ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് ഞാൻ രണ്ടാമതുണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് അന്ന് ഒന്നും കൂടെ ഉണ്ടാക്കിയേക്കാം എന്ന് ഓർത്തിട്ട് ഉണ്ടാക്കിയതാട്ടോ. അത് തന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പേ വെച്ച് ചൂടായി വന്ന ശേഷം അല്പം എണ്ണയൊഴിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വേവായി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി തക്കാളിയും സവാളയും വെന്ത് കഴിയുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ശേഷം ആ കറിച്ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി എടുക്കുക. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും സവാളയും മിക്സും കൂടെ ചീഞ്ചട്ടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്ത് ചാറിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ 3 മുട്ട ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ ചെറിയ കത്തിയും കൊണ്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം ഇതിലത്തെ ഉപ്പും മുളകും എല്ലാം മുട്ടയിലും പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഗരം മസാല നമ്മൾ വിതറിക്കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് അപ്പത്തിന് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇനിയും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.